നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെപ്പറ്റി ആരെങ്കിലുമൊക്കെ അവർ എല്ലാവരെയും ഭരിച്ചു നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടേത് ഒരു ഡൊമിനന്റ് പേഴ്സണാലിറ്റി ആണ് എന്നൊക്കെ പറയുന്നത് കേട്ട് കാണും. മറ്റുള്ളവരെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് അവരെ താൻ പറയുന്നതനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെയാണ് ഡൊമിനന്റ് എന്ന് പറയുന്നത്. ഇത്തരം ആളുകളെ ചെറുത്തു നിൽക്കാനുള്ള പവർ അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റുള്ളവർ എല്ലാം തന്നെ നിങ്ങളുടെ തലയിൽ കയറിയിരുന്ന് നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. മറ്റുള്ളവരെ കൂടുതൽ ബഹുമാനിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന പലർക്കും സംഭവിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് നിങ്ങളൊരു പാവമായി ഇരുന്ന് കൊടുത്താൽ മറ്റുള്ളവരുടെ ചരട് വലിക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ മാത്രമായി നിങ്ങൾ മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഡോമിനൻസ് അത്യാവശ്യമായ ഒന്നാണ്. ഇത് മനുഷ്യനുണ്ടായ കാലം തൊട്ടേ ഉള്ള ഒരു രീതിയാണ്. കൂട്ടത്തിൽ ഡോമിനൻ്റായ ആൾ തന്നെ ആയിരിക്കും തലവനായി മാറി മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ സ്വയം ആ സ്ഥാനത്തെത്തി ഒരു ഡോമിനന്റ് പേഴ്സണാലിറ്റിയായി മാറുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാൽ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ കീഴിൽ ജീവിക്കുക. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ സീരിയസ് ആയി ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം തന്നെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു കഴിവ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വളർത്തിയെടുക്കാവുന്ന ഒന്നാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ, അതിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു ഡോമിനന്റ് പേഴ്സണാലിറ്റി കൂടിയേ തീരൂ. ഇത്തരമൊരു വ്യക്തിത്വം നേടാൻ സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ടിപ്സ് കൂടി കേട്ടാൽ നിങ്ങൾക്ക് അനായാസം മറ്റുള്ളവരുടെ മുകളിൽ എത്താൻ കഴിയും. നമ്പർ 1, വർക്കൗട്ട്. ഡൊമിനൻസ് എന്നത് ശാരീരികമായ ക്ഷമതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. എങ്കിലും ഒട്ടും വണ്ണമില്ലാത്ത ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ എല്ലാവരും ദുർബലനും നിസ്സാരനുമായി കാണും. കണ്ടാൽ തന്നെ അയ്യോ പാവം തോന്നുന്ന ഒരാളും ഗൗരവത്തിലെടുക്കാൻ സാധ്യതയില്ല. അവരെ അനുസരിക്കാൻ പോയിട്ട് അവർ പറയുന്നത് കേൾക്കാൻ പോലുമുള്ള ക്ഷമ പലർക്കും ഉണ്ടാവില്ല. സിനിമയിലും മറ്റും കാണുന്നത് പോലെ ഒരു ഹാസ്യ കഥാപാത്രമായി മാത്രം അവർ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് വ്യായാമം ചെയ്ത് ആരോഗ്യമുള്ള ശരീരമുള്ള ഒരാളാവാൻ ശ്രമിക്കുക. ഇതിനുവേണ്ടി 6 പാക്കും ബൈസെപ്സും ഒന്നും വേണ്ട, ഒരു സാധാരണ ആരോഗ്യമുള്ള ശരീരം മതി. അതിനായി നിങ്ങളുടെ വീട്ടിൽ തന്നെ ദിവസവും അരമണിക്കൂർ നേരമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുന്നവർ അവിടെ പോയി ട്രെയിൻ ചെയ്യുക. ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരമുള്ളപ്പോൾ തന്നെ മറ്റാരും നിങ്ങളെ പെട്ടെന്ന് തട്ടിമാറ്റി കടന്നു പോകില്ല. അടുത്ത പോയിന്റുകളിലേക്ക് പോകും മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും തോന്നാറുണ്ടോ? എത്ര തന്നെ എക്സസൈസ് ചെയ്താലും നിങ്ങളുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം ഒരു പരിധിവരെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ ആശ്രയിച്ചിരിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ക്ഷീണം തോന്നുകയും എത്ര തന്നെ എക്സസൈസ് ചെയ്താലും നിങ്ങളുടെ മസിൽസ് ഡെവലപ്പ് ആവാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഈ ഹോർമോൺ തന്നെയാണ് ഫേഷ്യൽ ഹെയർ, പബർട്ടി ഹെയർ, ഡീപ് പിച്ച്ഡ് വോയിസ് പോലെയുള്ള പൗരുഷത്തിന്റെ അടയാളമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നത്. നമ്പർ 2, ഡ്രസ്സിംഗ് സ്റ്റൈൽ. ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവർ ധരിച്ചിരിക്കുന്ന വേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഡോമിനൻ്റായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഡ്രസ്സിംഗ് സ്റ്റൈൽ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ഗൗരവത്തിലെടുക്കുന്ന രീതിയിൽ ഡ്രസ് ചെയ്യുക. ഇവിടെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയല്ല, നിലവാരവും നിറവുമാണ് പ്രധാനം. നിങ്ങൾക്കും നിങ്ങൾ പോകുന്ന സ്ഥലത്തിനും ഒരേപോലെ ചേരുന്ന വസ്ത്രം തിരഞ്ഞെടുക്കുക. അതായത് സന്ദർഭം കണ്ടറിഞ്ഞ് അതിന് യോജിക്കുന്ന ഡ്രസ്സിംഗ് സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. ഫോർമലായി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതിന് പറ്റിയ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഒരു വിവാഹമോ പാർട്ടിയോ ആണെങ്കിൽ അതിന് പറ്റിയ തരം വസ്ത്രം, അങ്ങനെ ആളുകൾക്കിടയിൽ ഇഴുകിച്ചേർന്ന് പോകാൻ പറ്റുന്ന വസ്ത്രം ധരിക്കുക. അല്ലാതെ ആളുകൾക്കിടയിൽ ഷൈൻ ചെയ്യാനായി കൂടുതൽ ഒരുങ്ങിപ്പോകുന്നത് കൊണ്ട് ആരും നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് ഡൊമിനൻ്റായി വേണ്ടത്. നമ്പർ 3, ബോഡി ലാംഗ്വേജ്. ഒരാളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അയാളെ പറ്റിയുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടും. തലകുനിച്ച് കൈകൾ കെട്ടി നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും ഡോമിനൻ്റായ ഒരാളായി കാണാനാവില്ല. അതുകൊണ്ട് ഡോമിനന്റ് പേഴ്സണാലിറ്റിയായി മാറാൻ എപ്പോഴും ആത്മവിശ്വാസത്തോടെ നിവർന്നു നടക്കുകയും ഇരിക്കുകയും ചെയ്യണം. തല കുനിക്കാതെ വളയാതെ മുൻപിലുള്ള ആളുകളുടെ കണ്ണിലേക്ക് നോക്കി നേരെ നിന്ന് വ്യക്തമായി സംസാരിക്കുക. നമ്പർ 4, ഇഗ്നോർ വാട്ട് അതേഴ്സ് സേ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഭയം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവർ എന്ത് തന്നെ പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഡോമിനൻ്റായ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കൊണ്ട് നിങ്ങൾ പഴയ പോലെ ഒതുങ്ങിക്കൂടി നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക. നിങ്ങളെപ്പറ്റി പുറകിൽ നിന്ന് കുറ്റം പറയുന്നവരെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കരുത്. അവർക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം അവർ പറയുന്നത് കേട്ട് അതിന് പറ്റിയ മറുപടി കൊടുക്കുക. വെറുതെ തർക്കിക്കുന്ന ആളുകളെ അടുപ്പിക്കാതെ ഇരിക്കുക. നമ്പർ 5, മെന്റൽ സ്ട്രെങ്ത്. മനക്കരുത്ത് എന്നത് ഡോമിനൻ്റായ വ്യക്തിയുടെ ഏറ്റവും ശക്തിയേറിയ ആയുധമാണ്.
മനസ്സാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുന്ന ഒന്ന്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിച്ച് തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരാനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടാകണം. പെട്ടെന്ന് പതറിപ്പോകുന്ന, പേടിച്ചു പോകുന്ന പ്രകൃതമുള്ളവർക്ക് അത് മാറ്റിയെടുക്കാനായി ചെയ്യാവുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഡീപ് ബ്രീത്തിങ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ്. രാവിലെ 15 മിനിറ്റ് നേരം കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുക. 10 മുതൽ 15 മിനിറ്റ് നേരം ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഇതിനൊന്നും ക്ഷമയില്ലെങ്കിൽ 10 മിനിറ്റ് ശാന്തമായ ഒരു സ്ഥലത്ത് ഫോണൊന്നും നോക്കാതെ ഇരിക്കുക. ഒന്നും ആലോചിക്കാതെ കണ്ണുകൾ അടയ്ക്കാതെ ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കുക. സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുക. ഇത് തുടക്കത്തിൽ അത്ര എളുപ്പമുള്ള ഒന്നായി തോന്നില്ല, പക്ഷേ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇതൊരു ശീലമായി മാറും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ഒരു 20 മുതൽ 21 ദിവസം കൊണ്ട് അറിയാൻ കഴിയും. നമ്പർ 6, അൺബീറ്റബിൾ കോൺഫിഡൻസ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അൺബീറ്റബിൾ കോൺഫിഡൻസ്. ഈ ഒരു ആത്മവിശ്വാസം ഏതൊരു സാഹചര്യത്തിലും സാമാന്യ ബോധത്തോടെ ലോജിക്കലായി ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കഴിവിൽ 1% പോലും സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനി അവസാനമായി ഒരു ബോണസ് ടിപ്പാണ് വാക്ക് ആൻഡ് ടോക്ക് സ്ലോലി. തിരക്ക് പിടിച്ച് ഓടി നടക്കുകയും വെപ്രാളത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്. ഒരു പക്വതയുള്ള വ്യക്തിയെ പോലെ ഇരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട ശേഷം മറുപടി കൊടുക്കുക. ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് എന്നിവ ശ്രദ്ധിക്കുക. ചെയ്യുന്നതും പറയുന്നതും നല്ല ബോധ്യമുള്ള ആൾ ഒരിക്കലും ധൃതി കാട്ടില്ല. അതുകൊണ്ട് ഡോമിനൻ്റായ ഒരു വ്യക്തിയാവാൻ നിങ്ങളും ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക.